ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയം അനുമതി നൽകിയതോടെ കാലങ്ങളായി കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് മേപ്പാടിക്കാർ. ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായും വയനാടിന്റെ വികസനത്തിന് തന്നെ മുതൽക്കൂട്ടാകുന്ന പദ്ധതിയായുമാണ് തുരങ്കപാതയെ കാണുന്നത്. സന്തോഷസൂചകമായി മേപ്പാടിൽ മധുര വിതരണവും നടന്നു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്, വയനാട് ചുരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം, എല്ലാത്തിലുമുപരി വയനാടിന്റെ സമഗ്രമായ വികസനം. കോഴിക്കോട് ആനക്കാമ്പോയിൽ മുതൽ വയനാട് മേപ്പാടി വരെ നീളുന്ന തുരങ്കപാതയ്ക്ക് അനുമതി ലഭിക്കുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത് വയനാട്ടുകാരാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കരിപ്പൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാനും ചരക്ക് ഗതാഗതത്തിനുള്ള സമയം ലാഭിക്കാനും തുരങ്കപാതയിലൂടെ സാധിക്കും. വയനാട് ചുരം നിരന്തരം ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥിതിയുണ്ട്. നിരവധി രോഗികൾ തന്നെ ചുരത്തിൽപ്പെട്ട് അതിൻ്റെ ബ്ലോക്കിൽപ്പെട്ട് അത്യാസന്ന നിലയിലായി മരിച്ച അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുടിയേറ്റ ജനത, വയനാട് പിന്നോക്ക ജനത, ആദിവാസി മേഖലയായ വയനാടിന് മൊത്തത്തിലൊരു പുത്തൻ ഉണർവ് നൽകുന്ന ഒരു പാതയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. പദ്ധതി നടപ്പായാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തുരങ്കപാതയാവും ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി പാത. 6.8 കിലോമീറ്ററാണ് തുരങ്കത്തിന്റെ ദൈർഘ്യം. തുരങ്കത്തിലേക്കുള്ള അപ്രോച്ച് റോഡുകളും ചേർത്താൽ 7.826 കിലോമീറ്റർ. ആനക്കാമ്പോയിലിൽ നിന്ന് മറിപ്പുഴ വരെ 6.6 കിലോമീറ്റർ റോഡും ഇത് കഴിഞ്ഞ് ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 70 മീറ്റർ നീളത്തിൽ 2 വരി പാതയുടെ സൗകര്യത്തോടെ പാലവും നിർമ്മിക്കും. പാലം കഴിഞ്ഞ് സ്വർഗംകുന്ന് വരെ 2 കിലോമീറ്റർ റോഡ് നിർമ്മിക്കും. സ്വർഗംകുന്ന് മുതൽ മല തുഴന്ന് കള്ളാടി വരെ 2 വരി പാതയുടെ വീതിയിലാകും നിർമ്മാണം. കള്ളാടിയിൽ നിന്ന് മേപ്പാടിയിലേക്ക് 9 കിലോമീറ്റർ റോഡ് നിർമ്മിക്കും. 2134.5 കോടിയാണ് പദ്ധതി ചെലവായി കണക്കാക്കിയത്. ഇതിന്റെ അതിവിദഗ്ധരായ എഞ്ചിനീയറിംഗിന്റെ ഫലമായിട്ട് അവരതിന് ഒരു 5 കൊല്ലത്തെ സ്റ്റഡി നടത്തിയതിനു ശേഷം അവസാനം അതിന്റെ എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ടാണ് ഇതിവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ ഈ വയനാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ ഈ പദ്ധതി എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കണമെന്നാണ് ഒരു നാട്ടുകാരൻ എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതേസമയം പരിസ്ഥിതി സംഘടനകൾ പദ്ധതിയിൽ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. തുരങ്കം ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതെന്നും നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വയനാട് പ്രകൃതി സംരക്ഷണ സമിതി അറിയിച്ചു. പദ്ധതിക്ക് അനുമതി ലഭിച്ചതിൽ മേപ്പാടിയിൽ മധുര വിതരണവും പ്രതീകാത്മക മനുഷ്യട്ടണലും നാട്ടുകാർ നിർമ്മിച്ചു. ന്യൂസ് മലയാളം, വയനാട്.